ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിങ്ങൾ കാണുന്നത്. ഹോസ്റ്റലിൻ്റെ പരിസരമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിലെ കറണ്ട് ഇല്ല, 2 ദിവസമായിട്ട് കറണ്ട് ഇല്ല. വാട്ടർ ഡോക്ടറാണ് ഞങ്ങളുടെ ഇവിടെ ഉള്ളത്. അതാണെങ്കിൽ വെള്ളം വരത്തില്ല കറണ്ട് ഇല്ലാതെ. അപ്പോൾ മൊത്തം കൊണ്ട് ഞങ്ങൾക്ക് അടിപൊളി ഒരു സിറ്റുവേഷനാണ് പറയുകയാണെങ്കിൽ. ഹോസ്റ്റലിലെ വെള്ളവും ഇല്ല, മര്യാദയ്ക്ക് വൃത്തിയുള്ള ഭക്ഷണവും ഇല്ല. അതിട്ട് ഞങ്ങൾ വീട്ടിൽ വിടുന്നില്ല അവർ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇപ്പോൾ നാളെ വരെ ഞങ്ങൾക്ക് റിവ്യൂ ആണ്. CSE ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഫൈനൽ ഇയർ ആണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഫൈനൽ ഇയേഴ്സിൻ്റെ നാളെ പ്രോജക്റ്റ് റിവ്യൂ ആണ്, ഫൈനൽ റിവ്യൂ ആണ്. അതിനുള്ള പ്രിപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ലാപ്ടോപ്പിനോ ഫോണിനോ ഒന്നിനും ചാർജില്ല. ഇപ്പോൾ തന്നെ ഒരു ഫോണിന് കുറച്ച് ചാർജ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പവർ ബാങ്ക് ഉണ്ടെങ്കിലും ഒക്കെ നമുക്കൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതുവരെ കറണ്ടിൻ്റെ കാര്യം റെഡിയാക്കിയിട്ടില്ല. ഇന്നലെ പോയ കറണ്ടാണ്, ഇന്നലെ ഉച്ചയ്ക്ക്. ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഇപ്പോൾ സമയം 5:08 വൈകുന്നേരമായി. എന്നിട്ടും കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ നാളെ ഞങ്ങൾക്ക് റിവ്യൂ വരെ. റിവ്യൂവിനാണെങ്കിൽ ഞങ്ങളുടെ HODയും ഇവരൊക്കെ വന്നിരുന്ന് ഞങ്ങൾ ചീത്ത വിളിക്കാനായിട്ടിരിക്കും. നിങ്ങൾക്ക് നേരത്തെ റെഡിയാക്കി കൂടായിരുന്നു, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നതെന്ന് ആലോചിച്ചൂടെ എന്നൊക്കെ അവർ നമ്മളോട് നമ്മളെന്തോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണമായിരുന്നു എന്ന മാതിരി അവർ വർത്തമാനം പറയും. അപ്പോൾ മൊത്തം കൊണ്ട് ഇവിടെ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. കറണ്ടും ഇല്ലാതെ ഹോസ്റ്റൽ മൊത്തം ഇരുട്ടായി. കിടന്നുറങ്ങുക തന്നെ, വേറെ എന്ത് പണിയാണുള്ളത്. ഫോണിൽ ചാർജ് ഉണ്ട്, ചാർജ് ഇല്ലായ്മയില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് ഫോണിൽ ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് ചാർജ് നിൽക്കാത്ത പിന്നെ വീട്ടിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനാവും. സോ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. സോ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.